നസീബായി ഇന്നലത്തെ വാർത്ത ഉണ്ടല്ലോ അല്ലേ? നമ്മൾ കുറേ സ്ഥലത്ത് കേട്ടെഴുത്ത് നടത്തിയിട്ടാണ് 9ാം ക്ലാസ്സിലേക്ക് എക്സാം നടത്തിയതെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അമീനെ, ഈ PR വർക്കുകളും പരസ്യങ്ങളും ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയിലാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ മാത്രം ഈ കേരളത്തിൽ പൂട്ടിയത് 205 സ്കൂളുകളാണ്. 4000 കോടി കിഫ്ബിയിൽ നിന്ന് കടമെടുത്തുകൊണ്ട് പുതിയ ബിൽഡിങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇതിനുള്ള മെയിൻ്റനൻസ്, റിപ്പയർ, ഇതിൻ്റെ പൈസയൊക്കെ കുടിശ്ശികയിലാണ് യഥാർത്ഥത്തിൽ. ഉച്ചക്കഞ്ഞിയുടെ പ്രശ്നങ്ങൾ ഇന്ന് പല സ്കൂളുകളിലും ഉച്ചക്കഞ്ഞിയുടെ പൈസ കുടിശ്ശികയിലാണ്. അതുകൊണ്ട് തന്നെ ആ സ്കൂളിലെ പ്രധാനാധ്യാപകരെ കടമെടുത്തും ലോൺ എടുത്താണ് അതത് ദിവസങ്ങളിലെ ആ സ്കൂളിലെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഒരുപാട് PR വർക്കുകളും പരസ്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ശിവൻകുട്ടിക്ക് വലിയ രൂപത്തിലുള്ള പരസ്യങ്ങൾ സർക്കാർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വലിയ രൂപത്തിലുള്ള പരസ്യങ്ങളോ PR വർക്കുകളോ അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രിയായ ബിന്ദുവിന് പ്രത്യേക പരിഗണനകളോ സർക്കാരിൻ്റെ ഭാഗത്ത് നമ്മൾ കാണുന്നില്ല. എന്തായിരിക്കും അതിനുള്ള ഒരു കാരണം? ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ ശരിക്കും അതിലും ദയനീയമാണ്. നമ്മൾ മലബാറിലെ, അല്ലെങ്കിൽ വിശിഷ്യ മലപ്പുറം ജില്ലയിലെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, മലപ്പുറം ജില്ലയിൽ ഒരു വർഷം 50,000 കുട്ടികൾ +2 കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്നുണ്ട്. അതിൽ വെറും 6700 സീറ്റുകൾ മാത്രമാണ്, ഗവൺമെൻറ് സീറ്റുകൾ മാത്രമാണ്, മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി 1970 സ്ഥാപിച്ച കാലിക്കറ്റ് സർവകലാശാല. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 432 അഫിലിയേറ്റഡ് കോളേജുകളുണ്ട്. യഥാർത്ഥത്തിൽ UGC നിശ്ചയിച്ച ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ വെറും 100-ൽ പരം അഫിലിയേറ്റഡ് കോളേജുകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ അത് 4 ഇരട്ടിയാണ്. സിമ്പിളായി പറയുകയാണെങ്കിൽ 4 യൂണിവേഴ്സിറ്റി ചെയ്യുന്ന പണി യഥാർത്ഥത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇത് പരീക്ഷയുടെ നടത്തിപ്പിലും അതുപോലെ തന്നെ റിസൾട്ട് വരാൻ വൈകുന്നതിലും ക്രമക്കേടുകളിലേക്കും കാരണമാവുന്നു. അങ്ങനെ മലബാറിലെ വിദ്യാർത്ഥികളെ ഒരു ചൂഷണത്തിന് വിധേയമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം. അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലേ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ പഠിക്കാനും ജോലി ആവശ്യാർത്ഥമൊക്കെ പോകുന്നത്? അതെ, ഇപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് സീറ്റ് ഇല്ലാത്തത് കൊണ്ട് അവർ പുറത്തുള്ള, ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള കർണാടക, തമിഴ്നാട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ, പുറത്തുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ട്രെൻഡ്, അത് നമ്മുടെ VD സതീശൻ്റെ അതിശക്തം പോഡ്കാസ്റ്റിലൊക്കെ ഇത് പ്രതിപാദിക്കുന്നുണ്ട്. ഒരു ഗ്രേറ്റ് ബ്രെയിൻ ഡ്രെയിൻ ഇവിടെ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തിലൂടെ വന്ന കുട്ടികൾ, ഇവരുടെ ഒരു വിഭവശേഷി പുറത്തുള്ള രാജ്യങ്ങളിലും, അതുപോലെ തന്നെ ഇവർ സ്വാശ്രയ കോളേജുകൾക്ക്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ഭീമൻ ഫീസ് നൽകുന്നുണ്ട്. പോരാത്തതിന് ഇവർ തിരിച്ച് കേരളത്തിലെ തൊഴിലില്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട്, തൊഴിലില്ലായ്മ ഏറ്റവും കൂടിയ ഒരു സംസ്ഥാനം കേരളമായതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സേവനം നമ്മുടെ കേരളത്തിന് ലഭിക്കുന്നില്ല. പോരാത്തതിന് ഇവർ സ്പെൻഡ് ചെയ്യുന്ന പൈസ അതും പുറത്ത് രാജ്യങ്ങളിൽ തന്നെയാണ് കൂടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയും ഭീകരമായ രൂപത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ നമ്മൾ സാമ്പത്തിക രംഗത്ത് പ്രവാസികളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഈ ഒരു രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് കൂടി കുട്ടികൾ ഒരുപാട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ വന്നാൽ എങ്ങനെയായിരിക്കും അത് കേരളത്തിനെ ബാധിക്കുക? അത് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടാണ് നമ്മളെ ബാധിക്കുക. കാരണം കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പ്രകാരം 2018 1.3 ലക്ഷം വിദ്യാർത്ഥികളാണ് പുറത്തെ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയത്. എന്നാൽ 2023 ആകുമ്പോഴും അത് നേരെ ഇരട്ടിയായി 2.6 ലക്ഷം, 2.5 ലക്ഷത്തിന് മുകളിൽ വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ കണക്കുകൾ പരിശോധിച്ചാൽ വർഷം തോറും അത് ഇരട്ടിച്ച് വരികയാണ്. ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ തന്നെ ജോലിയും അവിടെ തന്നെ സെറ്റിലായി നിൽക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ കോട്ടയം, അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ ഒരുപാട് വീടുകൾ ഇന്ന് ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു എക്സ്പെർട്ടീസ് അത് കിട്ടുന്നത് പുറത്തുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥക്കും അതുപോലെ തന്നെ സാമൂഹിക ക്ഷേമത്തിനൊക്കെയാണ്. പോരാത്തതിന് നമുക്ക് കിട്ടേണ്ട ഒരു എക്കണോമിക് റിട്ടേൺ അത് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അതുപോലെ തന്നെ RBIയുടെ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം കേരളം 2036-2040 ഇതിൻ്റെ ഓൾഡ് ഏജ് പോപ്പുലേഷൻ ക്രമാനുഗതമായി വർദ്ധിച്ച് യുവാക്കളുടെ ഒരു അൺഅവൈലബിലിറ്റി കേരളത്തിലുണ്ടാവും എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു ഡാറ്റയും കൂടി ഉണ്ട് ഇതേ അവസ്ഥയിൽ പോകുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ മലബാറിലാണല്ലോ ഉള്ളത്. ഇവിടെ ഈ രൂപത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മലബാറിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ കാരണം എന്താണ്?
തിരുകൊച്ചിയും മലബാറും തമ്മിലുള്ള ഒരു അസന്തുലിതാവസ്ഥ പ്രൊഫസർ ശ്യാം ബി മേനോൻ്റെ ഒരു റിപ്പോർട്ടിൽ, സമിതി റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് കേരള സംസ്ഥാനം രൂപീകൃതമായത് തൊട്ട് 178 ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിൽ വെറും 36% മാത്രമാണ് ജനസംഖ്യയിൽ കമ്പയറബിളി കുറച്ചും കൂടി അധികമുള്ള മലബാർ മേഖലയിലേക്ക് അലോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലാനുസൃതമായി മലബാർ മേഖലയിലേക്ക് പുതിയ കോളേജുകളും യൂണിവേഴ്സിറ്റികളും അലോട്ട് ചെയ്യാത്തതിൻ്റെ ഒരു നേരിട്ടുള്ള ഒരു ഫലമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്ന ഇന്നത്തെ ഈ അവസ്ഥ. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു മാറ്റവും ഒരു അപ്ഡേഷനും വന്നിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? അല്ല, ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ 10 വർഷം മുന്നേ UDF സർക്കാരിൻ്റെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസത്തിൽ വിദേശ സർവകലാശാല, അതുപോലെ തന്നെ പ്രൈവറ്റ് സർവകലാശാല, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു കോൺക്ലേവിന് വന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ TP ശ്രീനിവാസനെതിരെ മുഖത്തടിച്ച് കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. ഇത് അതുവരെയുള്ള LDF സർക്കാരുകളുടെ ഒരു നയത്തിൻ്റെ ഒരു ഭാഗമാണ്. അവർ ഈ പറഞ്ഞ പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം പ്രൈവറ്റൈസ് ചെയ്യുന്നതിനെതിരെ എതിരായിരുന്നു. പക്ഷേ ഈ 2025-26 കാലഘട്ടത്തിൽ അവർക്കൊരു U-ടേൺ സംഭവിക്കുകയുണ്ടായി. അവർ അതിൻ്റെ സത്യം മനസ്സിലാക്കി. 10 വർഷം കഴിഞ്ഞാണെങ്കിലും സത്യം മനസ്സിലാക്കി. പക്ഷേ എന്നിരുന്നാലും കാലാനുസൃതമായിട്ടുള്ള യാതൊരുവിധ അപ്ഡേഷനുകളും AI, ടെക്നോളജി, അതുപോലെ തന്നെ റിസർച്ച് സാധ്യതകൾ, ഇതൊന്നും എടുക്കാതെയുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസം കരിക്കുലമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുന്തിയ വിദ്യാഭ്യാസം നേടി കുട്ടികൾ പുറത്തേക്ക് പോകുന്നതും. ചുരുക്കി പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് PR നടത്തിയതുകൊണ്ടും ഒരുപാട് ബിൽഡിംഗ് സമുച്ചയങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടൊന്നും ഇവിടുത്തെ യൂത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയൊന്നും മാറാൻ പോകുന്നില്ല. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധമുള്ള, നല്ല ക്രിയേറ്റീവായിട്ടുള്ള, കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു വിദ്യാഭ്യാസ നയമുള്ള ഒരു സർക്കാർ തിരിച്ചു വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ.